അദ്ദേഹം പറയുന്നു എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു ഷഅർ മുബാറക് ചിലപ്പോൾ 1.7 2.8 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും. അത് ഞാൻ അനുഭവിച്ചതാണ്, എന്റെ വീട്ടിലുള്ളത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കൂ, ഒരേപോലെ വെച്ച ഷഅർ മുബാറക് പിന്നീട് എടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം. അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നു എന്റെ വീട്ടിലുള്ള ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഷഅർ മുബാറക് ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച ഒരു അല്പം 1-2 ഷഅർ മുബാറക് പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3-4 ഞാൻ കണ്ടിട്ടുണ്ട്. ജവാഹിറുൽ ബിഹാറിൽ പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന്. അത് 3-4 എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടി എടുത്തിട്ട് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറു ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷാറിൽ നിന്നുണ്ടായ മറ്റ് ഷാറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. തിരുകേശത്തിന്റെ യാഥാർത്ഥ്യം അറിയാൻ പരിശോധന നടത്തുന്നത് ഹീനമാണെന്നും കാന്തപുരം കോഴിക്കോട്ട് പറഞ്ഞു. നീണ്ടകാലത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് തിരുകേശ വിവാദത്തിൽ പ്രതികരണവുമായി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വരുന്നത്. മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുകേശം വ്യാജമാണെന്ന ഇ.കെ. വിഭാഗം സുന്നി സംഘടനകളുടെ പ്രചരണത്തിന് കാന്തപുരം കടുത്ത ഭാഷയിൽ മറുപടി പറഞ്ഞു. തന്റെ പക്കലുള്ള തിരുകേശം യഥാർത്ഥമാണെന്നതിൽ തർക്കമില്ല. തിരുകേശം കത്തിച്ചാൽ കത്തില്ലെങ്കിലും അത്തരം പരീക്ഷണങ്ങൾ ഹീനവും വിശ്വാസത്തിനെതിരാണെന്നും കാന്തപുരം വ്യക്തമാക്കി. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച, പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല, വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ് അതിന്റെ രേഖ. അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തിരുകേശത്തിനെതിരെ പ്രചരണം നടത്തുന്നവർക്ക് മറ്റു ജോലികളില്ല. തർക്കങ്ങൾക്ക് മറുപടി പറയുകയല്ല തന്റെ പണി. തിരുകേശം സൂക്ഷിക്കാനുള്ള പള്ളിയുടെ നിർമ്മാണവുമായി മുന്നോട്ടു പോകുമെന്നും കാന്തപുരം പറഞ്ഞു. 40 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന പള്ളിയുടെ ശിലാസ്ഥാപനം തിങ്കളാഴ്ച കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടക്കും. എന്നാൽ പള്ളി പണിയുന്ന കൃത്യസ്ഥലം ഏതെന്ന് പറയാൻ കാന്തപുരം തയ്യാറായില്ല. അതേസമയം തിരുകേശത്തിനെതിരായ പ്രചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് SKSSF വ്യാജമുടി പ്രദർശനം സംഘടിപ്പിച്ചു. കാന്തപുരം തയ്യാറാണെങ്കിൽ തിരുകേശ പരീക്ഷണത്തിന് മുതിരാമെന്ന നിലപാടിലാണ് ഇ.കെ. സുന്നി വിഭാഗം. ഏതായാലും തിരുകേശ വിവാദം വീണ്ടും സജീവമായതോടെ ഇരു സുന്നി വിഭാഗങ്ങളും തമ്മിലുള്ള ആശയപോരാട്ടം രൂക്ഷമായി. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.